എല്ലാ രോഗങ്ങളെയും ശമിപ്പിക്കാൻ കഴിവുള്ള ഒരു അടിപൊളി അത്ഭുത മരുന്നാണ് എൻ്റെ ഈ കയ്യിലിരിക്കുന്നത്. സംഭവം മറ്റൊന്നുമല്ല, ഇത് തേനാണ്. അതെ, സാധാരണയായി നമുക്കെല്ലാവർക്കും വാങ്ങാൻ കിട്ടുന്ന തേൻ. എന്നാൽ നാം നിസ്സാരമായി കാണുന്ന ഈ തേൻ അത്ര ചില്ലറക്കാരനൊന്നുമല്ല. ഈ തേനിന്റെ ഗുണത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലും ഹദീസുകളിലുമൊക്കെയായി നിരവധിയിടങ്ങളിൽ നിരവധി തവണ പ്രതിപാദിക്കുന്നുണ്ട്. ഖുർആനിലെ അന്നഹല് അഥവാ തേനീച്ച നടത്തം വരുന്ന 16-ാമത്തെ സൂറത്തിലെ 69-ാമത്തെ ആയത്തിൽ തേനിനെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് ഇപ്രകാരമാണ്: അവയുടെ ഉദരങ്ങളിൽ നിന്ന് വ്യത്യസ്ത വർണ്ണങ്ങളുള്ള പാനീയം പുറത്തുവരുന്നു, അതിൽ മനുഷ്യർക്ക് രോഗശമനമുണ്ട്. തേനിൽ മനുഷ്യർക്ക് രോഗശമനമുണ്ടെന്നാണ് അള്ളാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നത്. തേനിനെ ഒരു ഔഷധമായി കാണുകയും പരിചയപ്പെടുത്തുകയും ചെയ്ത പ്രവാചകർ മുത്തനബിതങ്ങൾ വെള്ളമൊഴിച്ച് നേർപ്പിച്ച തേൻ വെറും വയറ്റിൽ കുടിക്കാറുണ്ടായിരുന്നുവെന്ന് ഹദീസുകളിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. എല്ലാ മാസങ്ങളിലും 3 പ്രഭാതങ്ങളിൽ ആരെങ്കിലും തേൻ കുടിക്കുകയാണെങ്കിൽ വൻ രോഗങ്ങൾ അവന് പിടിപെടുകയില്ല എന്ന് പ്രവാചകർ പറയുന്നു. മറ്റൊരു ഹദീസിൽ കാണാം, 1000 രോഗമുള്ള ഒരു വ്യക്തി അതുപയോഗിച്ചാൽ അതത്രയും അവന് സുഖപ്പെടുന്നതാണ്. തേനിന്റെ ഔഷധമൂല്യം ആധുനിക ശാസ്ത്രവും ശരിവെക്കുന്നുണ്ട്. വൈറ്റമിൻ എ, വൈറ്റമിൻ ബി മുതൽ B6, D, K, UH, ഫോളിക് ആസിഡ്, നിക്കോളിക് ആസിഡ് തുടങ്ങിയ നിരവധി വൈറ്റമിനുകൾ തേനിൽ അടങ്ങിയിരിക്കുന്നു. മനുഷ്യ ശരീരത്തിന് ആവശ്യമായ നിരവധി എൻസൈമുകളും ആസിഡുകളും ഹോർമോണുകളും ക്യാൻസറിനെ പ്രതിരോധിക്കുന്ന ഡ്യൂറ്റീരിയം അടക്കം നിരവധി രോഗപ്രതിരോധ ഘടകങ്ങളും തേനിൽ അടങ്ങിയിരിക്കുന്നു എന്നുള്ളത് വലിയ പ്രത്യേകതയാണ്.